ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ ഞാനിലേക്ക് സ്വാഗതം. 80 എന്നായിട്ടുള്ള NTR പടം റീ-റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ മെയ് 9 മുതൽ ഓപ്പൺ ആവുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 18, 19, 20 ദിവസങ്ങളിലാണ് റീ-റിലീസിന് വരുന്ന പടം. പിന്നെ ഗെയിം ഓഫ് ചേഞ്ച് എന്നായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ 2 പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. രണ്ടും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. മെയ് 12 ഞാൻ റിലീസാൻ പോകുന്നത്. പിന്നെ റൈഡ് 2 എന്നായിട്ടുള്ള 81.3 കോടിയാണ് ഇതുവരെ നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലവ്ലി എന്നായിട്ടുള്ള മെയ് 16 റിലീസാവുന്ന അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. 3Dയിലാണ് പടം റിലീസാൻ പോകുന്നത്. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്നായിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ മാത്രം 2.1 മില്യൺ പ്ലസ് കളക്ഷൻ ആയിട്ടുണ്ട്. അതേമാതിരി ബുക്ക് മൈ ഷോ മാത്രം 1.2 മില്യണിൽ കൂടുതൽ ടിക്കറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. പിന്നെ അടുത്ത പോരാട്ടമേ 3.0 എന്നിട്ടുള്ള പാട്ട് ഇന്നലെ 7/2 വരുമെന്ന് പറഞ്ഞാലും എന്തായാലും വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അബ് കി ബാർ അർജുൻ സർക്കാർ എന്നിട്ടുള്ള പാട്ട് തന്നെയാണ്. പിന്നെ സൂര്യ അഭിനയിച്ച 24 എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 9 വർഷമായിട്ടുണ്ട്. അപ്പോൾ 9 years of 24 എന്നുള്ള രീതിയിൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള റിലീസാകാൻ 2 ദിവസം കൂടി ഉള്ളൂ. ശരിക്കും 1 ദിവസം കൂടി ഉള്ളൂ. ഇത് ഇന്നലെ വന്ന പോസ്റ്ററാണ്. ഇതുപോലെ 2 days to go പോസ്റ്റർ 2 വന്നിട്ടുള്ളത്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 1 ദിവസം കൂടി ഉള്ളൂ. പക്ഷേ 2 ദിവസത്തിൻ്റെ പോസ്റ്ററാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നലത്തെ പോസ്റ്ററാണ് 2 days to go പോസ്റ്റർ. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞതിൻ്റെ 3 days to go പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഈ മെയ് 9 എന്നുള്ള കേൾക്കുന്നുണ്ട്. മിക്കവാറും റിലീസ് ഡേറ്റ് ആവും തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്താ വരുന്നതാണുള്ളത്. പിന്നെ ചിദംബരം അതേമാതിരി ലോകശനരാജും കൂടി നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് AGS Entertainment ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിലത്തെ മിന്നൽ വല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അതിൻ്റെ തമിഴ് വർഷം പുറത്തിറങ്ങാൻ പോവാണ്. മിന്നൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട് വരുന്നത്. പിന്നെ മാമൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ലഞ്ച് നടന്നിരുന്നു. സൂര്യ എത്തിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഐശ്വര്യലക്ഷ്മി എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാക്കാരെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പടക്കളം എന്ന് പറഞ്ഞ പടത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വൈസപ്പിൻ്റെ അവസ്ഥയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെ മെയ് 9 OTT റിലീസ് ആവുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ഡേയ്സ് ആർ കമ്മിങ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു പടത്തിൻ്റെ അനൗൺസ്മെന്റ് തന്നെയാണ്. അത് മെയ് 9 6 മണിക്ക് 6 മിനിറ്റ് ഉള്ളപ്പോൾ 6 സെക്കൻഡ് ഉള്ളപ്പോൾ പുറത്ത് വിടുന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 6 സെക്കൻഡിൻ്റെ കാര്യം നടക്കും എന്നൊക്കെ തോന്നുന്നില്ല. എന്തായാലും വരും നോക്കാം. പിന്നെ ജഗടേക്ക വീരുడు അതിലോക സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ചിരഞ്ജീവിയുടെ പടം റീ-റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ US-ലത്തെ തിയേറ്ററിസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ കമലഹാസൻ അഭിനയിക്കുന്ന പടത്തിലത്തെ ജിങ്കിച്ച എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാത്തൊരു പാട്ടാണ്. കുഴപ്പമില്ലാത്തൊരു പാട്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും 30 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ബൂത്നി എന്ന് പറഞ്ഞിട്ടുള്ള പടം 5 ദിവസം കൊണ്ട് 6.61 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റാപ്പായി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പടം മെയ് 30 റിലീസ് ആവുന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമെന്നുള്ളതൊക്കെ തോന്നുന്നില്ല. മിക്കവാറും അടുത്ത മാസമൊക്കെ ആയിരിക്കും അതിൻ്റെ റിലീസ് ഉണ്ടാവുക. പിന്നെ STRന്റെ അടുത്ത പടം വെച്ചാൽ 49 ഉണ്ട്, 50 ഉണ്ട്, 51 ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറി അത് കഴിഞ്ഞിട്ട് വരുമോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും ഒരു പടം മണിരത്നം ഡയറക്ഷൻ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി തഗ് ലൈഫിൽ ഉണ്ട് ആള്. അതുകൂടാതെ ആളെ മാത്രമായിട്ട് ഒരു പടം എടുക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ലൈക്ക പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്താ വരുമോ ഇല്ല എന്നുള്ളതൊക്കെ. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കാൻ്റെ പടം. ആ പടം ജൂൺ 20 തിയേറ്ററിൽ റിലീസ് ആവുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ട്രെയിലർ ഈ മെയ് 8 റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ ഗോപിചന്ദ് മല്ലിനി ഇപ്പോൾ ലാസ്റ്റ് എടുത്ത പടം ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ പടത്തിന് ശേഷം ഇനി അടുത്തായിട്ട് നണ്ടപൂർ ബാലകൃഷ്ണനെ വെച്ചിട്ട് പടം എടുക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീരസിംഹ റെഡ്ഡി എന്നാണ് അടുത്തതിന് ശേഷം വീണ്ടും ഒന്നിക്കാൻ പോകുന്ന പടമായിരിക്കും അത്. എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ ഷാരൂഖ് ഖാൻ്റെ കുറച്ച് പുതിയ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും വീട്ടിലെ ഫോട്ടോസ് തന്നെ കിട്ടിയിട്ടുള്ളത്. K എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാല ഉണ്ട്. SRK എന്ന് പറഞ്ഞിട്ടൊരു മാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഭാഗ്യശ്രീ ബോർസയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റാപ്പോർട്ട് 22 എന്ന് വെച്ചാൽ 52 22ാമത്തെ അടുത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ വിജയ് ദേവരകൊണ്ടൊരു 12ാമത്തെ പടം കിങ്ഡം എന്ന് പറഞ്ഞ പടത്തിൽ നിന്നും ആളുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല പോസ്റ്ററായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ദുൽഖർ സൽമാൻ്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന പടമാണ് മലയാളത്തിൽ ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം 150 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ ഷെഡ്യൂൾ തന്നെയാണ്. ഇപ്പോൾ MMM എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം 5-6 മാസമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് 5 മാസം വരുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ പടത്തിലത്തെ ഇന്നലത്തെ ഒരു കാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സംയുക്ത വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. എന്തായാലും ഓൺ ബോർഡ് അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദുൽഖർ സൽമാനും ആളുടെ മോളും കൂടിയിട്ട് ദുൽഖർ സൽമാനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടിയുടെ വൈഫിൻ്റെ ആനിവേഴ്സറി ആയിട്ട് ആളൊരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് കാണിക്കുന്നത് മാത്രം. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ അടുത്തിൻ്റെ റിലീസ് മെയ് 9 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും UK-ലത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ കാനഡയിലത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ US-ലത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞ് കേൾക്കുന്നത് 135 മിനിറ്റാണ്. എന്ന് വെച്ചാൽ 2 മണിക്കൂറും 15 മിനിറ്റാണ് പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞ് കേൾക്കുന്നത്. എന്തായാലും ഒരു നല്ല പടം ആയിരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പടത്തിലത്തെ ദ ലൈഫ് ഓഫ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മായു നല്ല പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക. പിന്നെ ജോണി പ്രൈസസ് പാരി എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, രജനീകാന്ത് ടെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കണ്ടിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് അല്ലെങ്കിൽ പോസ്റ്ററാണ്. എന്തായാലും ഈ പടത്തിന് 104 കോടി കളക്ഷൻ ആയി എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ
പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തുടരുന്ന പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ തമിഴ് റിലീസ് ഈ മെയ് 9 നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തമിഴ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 11 വേൾഡ് വൈഡ് കളക്ഷൻ 166.5 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുമാതിരി 12 ദിവസം കൊണ്ട് പടം 172.5 കോടിയോളം നേടിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര കളക്ഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗംഭീരമായിട്ട് തന്നെ വരട്ടെ. പിന്നെ ഹൃദയപൂർവ്വം സെറ്റിലേക്ക് നെൽസൺ ദിലീപ് കുമാർ പോയിട്ടുണ്ടായിരുന്നു. അതേമാതിരി മോഹൻലാലിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ജയിലർ 2ന്റെ ഭാഗമായിട്ട്. എന്തായാലും മാത്യു സൈലി തിരിച്ചിരുന്നുള്ളതിന് മുന്നേ നമ്മൾ കേട്ടായിരുന്നു. ഇപ്പോൾ ഇവരും തന്നെ പ്രതീക്ഷിക്കാം, ഗംഭീരമായി വരട്ടെ. പിന്നെ തലപതി വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം വരാൻ പോകുന്നത് ജനുവരി 9. അപ്പോൾ എന്തായാലും അതിലത്തെ തലപതി വിജയുടെ പേര് തലപതി വെട്ടിക്കൊണ്ട എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതേമാതിരി ഒരു ചാറ്റ് ഉണ്ടാവും ആളുടെ കയ്യുമേ TV എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞ പടം എടുത്ത ഡയറക്ടറുടെ കൂടെയും അതേമാതിരി ആളുടെ മോൻ്റെ കൂടെയും 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടം ഓഗസ്റ്റ് 14 റിലീസ് ആകുന്നത്. അപ്പോൾ 100 days to go എന്നുള്ള രീതിയിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു, പക്ഷേ പോസ്റ്റർ അല്ല, ഒരു വീഡിയോ ആണ് അവർ തന്നിട്ടുള്ളത്. എന്തായാലും അതിലത്തെ ഫസ്റ്റ് ഷോട്ടിൽ സൗബിൻ ഷാറാണ്, സെക്കൻഡ് ഷോട്ടിൽ ഉപേന്ദ്രയാണ്, തേർഡ് ഷോട്ടിൽ സത്യരാജാണ്, ഫോർത്ത് ഷോട്ടിൽ നാഗാർജുനാണ്. ഇതിലൊന്നും അവരെ ഫേസ് കാണിച്ചിട്ടില്ല, ബാക്ക് ഷോട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചാണ്, അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കാം. എന്തായാലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫിഫ്ത്ത് ഷോട്ടായിട്ട് രജനീകാന്തിന് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതും ബാക്ക് ഷോട്ടിന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്, പക്ഷേ ആളുടെ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ട്. ഇത് മുന്നേ ആളുടെ ഒരു പടത്തിലുണ്ടായിരുന്ന അതേ ഷോട്ട് ഇൻസ്പയർ ആയ രീതിയിലുള്ളൊരു സംഭവമാണ്. അതെന്നുള്ള എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആളുടെ വിസിലടിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വിസിലടിക്കുന്ന സംഭവമായിരുന്നു ഓഗസ്റ്റ് 14 ഇതിൻ്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്ത പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പടം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് കൂടുതൽ ലുക്ക് എടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ.